അല്ല, ഇതെന്താ പറ്റിയത്? ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നല്ലോ. ഇവിടെ എങ്ങനെയാ എത്തിപ്പെട്ടത്? അല്ല, നിങ്ങളൊക്കെ ആരാണ്? ഞാൻ പിങ്കിയാണ്. നിങ്ങൾ പിങ്ക് പ്ലാനറ്റിൽ ഒരു തവണ വന്നിട്ടില്ലേ? നിങ്ങൾ ഞങ്ങളെ ഒരു തവണ സഹായിച്ചിരുന്നു, ഓർമ്മയില്ലേ? ഞാൻ പിങ്കയാണ്. ഞങ്ങളുടെ സ്പേസ്ഷിപ്പ് കേടായി. ഞങ്ങൾ അത് ഇവിടെ നിർത്തി റിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു നിങ്ങൾ ഫുർഫുരി നഗരത്തിൽ താമസിക്കുന്നുവെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് us. ഇതിന് ഒടുക്കത്തെ വെയിറ്റ് ആണല്ലോ. ഇത് അല്പമെങ്കിലും മാറ്റണമെങ്കിൽ എനിക്ക് സമൂസ കഴിച്ചേ പറ്റൂ. പക്ഷെ ഈ നട്ടപ്പാതിരയ്ക്ക് സമൂസ എവിടെ കിട്ടാനാ? ആ, നിങ്ങൾ ഇപ്പോൾ ഈ ഭൂമിയിലെ എന്ത് സാധനം തൊട്ടാലും അത് സമൂസയായി മാറും. പക്ഷെ ഭൂമിയിലുള്ള സാധനങ്ങളിൽ മാത്രം ജീവനുള്ള ഒരു മനുഷ്യനിലോ മൃഗങ്ങളിലോ ഇതിന്റെ ശക്തി ഭരിക്കുകയില്ല. പിന്നെ ഏലിയൻസിന്റെ ഒരു സാധനങ്ങളിലും ഇതിന്റെ ശക്തി ഭരിക്കുകയില്ല. പൊളിച്ചേ! ഇനിയല്ലേ ജീവിതത്തിൽ ഒരു രസം. ഇനി ഞാൻ എവിടേക്ക് പോകുന്നോ അവിടെയൊക്കെ സമൂസയുടെ ഒരു ബഹളമായിരിക്കും. താങ്ക് യു പോട്ടു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കൊടുകൈ, ഞാനിപ്പോ നിന്റെ ശക്തിയെ തിരിച്ചെടുക്കാൻ പോവുകയാണ്. ഇല്ല ഇല്ല, ഈ ശക്തി എന്റെ അടുത്ത് തന്നെ നിന്നോട്ടെ. കാരണം എനിക്കിനി ആ ചായക്കടക്കാർ ചേട്ടന്റെ അടുത്ത് പോവുകയും വേണ്ട, പിന്നെ എനിക്ക് വിശന്നിരിക്കുകയും വേണ്ടല്ലോ. മോട്ടു, അത്യാഗ്രഹം മാത്രം നല്ലതല്ല. നിനക്ക് എത്ര സമൂസ വേണമെങ്കിലും നീ കഴിച്ചോളൂ. പക്ഷേ ഈ ശക്തി ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്കൂ. ഇല്ല, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമാണ് ഈ ശക്തി. ഞാൻ ഇതൊരിക്കലും തിരിച്ചു തരില്ല. എന്നാൽ നിന്റെ ആഗ്രഹം പോലെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സഹായിച്ചതിന് വളരെ നന്ദി. എന്തായാലും സമൂസയായ സ്ഥിതിക്ക് എടുത്ത് കഴിച്ചേക്കാം. ശരി, എന്നാ എന്റെ ഈ ശക്തി ഫലിക്കാത്ത സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അതൊക്കെ എന്തിനാ വെറുതെ ഈ വീട്ടില്? അല്ല, ഈ തണുത്ത കാറ്റ് ഇത് എവിടെന്നാ വരുന്നത്? ആരാ ഈ വാതിൽ തുറന്നിട്ട്? നീ ഈ അർദ്ധരാത്രിയിൽ എവിടെന്നാ സമൂസ കൊണ്ടുവന്നത്? പിന്നെ ഈ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ എവിടേക്കാ പോയത്? അറിഞ്ഞില്ലേ, ഞാനാണ് പിങ്ക് പ്ലാനറ്റിലെ ഏലിയൻസിനെ സഹായിച്ചത്. അതുകൊണ്ടാ അവരെനിക്ക് ഈ ശക്തി തന്നത്. ഞാൻ എന്ത് തൊട്ടാലും അത് സമൂസയായി മാറും അത്രേ. അതുകൊണ്ട് നമ്മൾ ഇനി വിശന്നിരിക്കേ വേണ്ട. പൊളിച്ചേ! അല്ലെങ്കിലും ഈ ബെഡ് ഒരുപാട് പഴയതല്ലേ പത്ലു? നീ എന്ത് പറയുന്നു? നമ്മളിത് ശരിക്കും മാറ്റാനിരിക്കായിരുന്നില്ലേ? ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. നീ ഈ വീട്ടിലെ മുഴുവൻ സാധനവും തിന്നു. തീറ്റ പണ്ടാരമേ, നീ എന്താ ഭക്ഷണം കണ്ടിട്ടില്ലേ? ഇനി ഒരൊറ്റ സാധനത്തിനും തൊട്ടു പോകരുത്. രാവിലെ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് നടന്നോ? ഇപ്പൊ നീ മിണ്ടാതെ ഒരു മൂലക്ക് എവിടെങ്കിലും പോയിരുന്നോ? നോക്ക് പത്ലു, ഈ വീട്ടിൽ നീ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് തരുവോ? മിണ്ടരുത്. അവിടെ എവിടെങ്കിലും പോയിരിക്കേ, ഒന്നിനും തുടരുത്.
കറകടക്കും ഞാൻ. വൃത്തിയാക്കും ഞാൻ. എന്തായത്? ഞാൻ കഷ്ടപ്പെട്ട് കാറ് കഴുകിട്ടപ്പോ നീയൊക്കെ വന്നത് വൃത്തികേടാക്കിയോ വീണ്ടും? നിന്നെ ഞാൻ ബോക്സറേട്ടാ, ഇന്നെന്തായാലും മോട്ടോനെയും കൊണ്ട് കാറ് വൃത്തിയാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മുഴുവനും വൃത്തിയായി പോകും. ഈ കാറാവും വൃത്തിയാക്കില്ലേ ഇവനെ ഞാൻ മൊത്തത്തിലങ്ങ് വൃത്തിയാക്കും. എന്റെ കാർ! ഇല്ല! എന്റെ കാർ നീ അപ്രത്യക്ഷമാക്കിയോ? നിന്നെ രണ്ടിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അരുത്, എന്റെ കടക്കകത്തോട്ട് കേറി പോകരുത്. ആദ്യം എന്റെ പൈസ താ, പിന്നീട് സമോസ തിന്നാം. ഇനി നിങ്ങളുടെ കടയിലെ സമൂസയൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്നേ. ഇതെന്താ ചെയ്തേ? ഇതെങ്ങനാ ചെയ്തേ? നോക്കൂ, ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എത്ര വേണമെങ്കിലും സമൂസകൾ എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. സോറി, ടേബിളിന് സമൂസയാക്കണമെന്നുള്ള ഒരു ചിന്തയെ എനിക്കില്ലായിരുന്നു. രണ്ടും ഇവിടുന്ന് ഓടിക്കോണം, പറഞ്ഞില്ലാതെ വേണ്ട. എന്റെ ബസ് എവിടാടാ? അതെ, ഞാൻ പറയുന്നത് കേക്ക്. ഈ മോട്ടു എവിടുന്നോ മാജിക് പഠിച്ചോണ്ട് വന്നിരിക്കുക. വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ അമ്മോ! ചിങ്കം സാറേ, വേഗം തന്നെ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുവോ? ജനങ്ങൾ മുഴുവൻ എന്നെ തല്ലാൻ വരുവോ? പറയൂ, എന്താ ഉണ്ടായത്? ചിങ്കം സാറേ, എല്ലാം ഞാൻ പിന്നെ പറഞ്ഞു തരാം. ആദ്യം ഇവിടെ നിന്ന് പോകാം. കേറിക്കോളൂ. എന്റെ അമ്മോ, ആൾക്കൂട്ടം ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്റെ അമ്മോ, എന്റെ മോട്ടോർ ബൈക്ക് എവിടെ പോയി? അതെന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഈ ഒരു കാരണം കൊണ്ടാ ജനങ്ങൾക്ക് എന്നോട് ഇത്രയും ദേഷ്യം. ഞാനും ഭയങ്കര ദേഷ്യത്തിലാണ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ നിയമമാണ് സത്യം. ഡോക്ടർ ജഡ്ക, ഞങ്ങളെ രക്ഷിക്കേ. വലിയേട്ടാ, ഏലിയൻസ് അന്നേ പറഞ്ഞിരുന്നു അത്യാഗ്രഹം ആപത്താണെന്ന്. പക്ഷെ ഞാൻ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട് ചേട്ടാ. എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ചു പറയുമോട്ടു. വാ. മോട്ടു എന്തിനേക്കെ തൊടുന്നോ അതൊക്കെ സമൂസയായി മാറുകയാണ്. എന്റെ രോഗികളാണ് സത്യം. നീ ഞങ്ങൾ ഇത്രയും വലിയ മണ്ടന്മാരാണെന്നാണോ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നീ ഇങ്ങനൊക്കെ പറയുമ്പോ ഞങ്ങളങ്ങ് വിശ്വസിക്കാൻ. പൊളിക്കടുത്തല്ലോ. വെളുപ്പാൻ കാലത്ത് തന്നെ ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം കേട്ടിട്ടേ മോട്ടു അവർക്ക് കാണിച്ചു കൊടുക്ക്, നമ്മൾ സത്യമാണോ പറയുന്നത് നുണയാണോ എന്ന്. കാറ് തിരിച്ചു കാണാം. ഞാൻ ഭാഗത്തെന്തോ താങ്ക് യു വലിയേട്ടാ. എനിക്ക് നല്ലോണം അറിയായിരുന്നു നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന്. എന്റെ രോഗികളാണ് സത്യം. നീ എന്റെ ലാഭം മൊത്തം തിന്നു തീർത്തിട്ട് ഞാൻ നിന്നെ വീണ്ടും സഹായിക്കണമെന്നോ? വരൂ വരൂ, അകത്ത് ഒരുപാട് കണ്ണുകൾ ഇരിപ്പുണ്ട്. ഈ മോട്ടുവിനെയും പത്തിലുവിനെയും വെറുതെ വിടരുത്. എന്റെ കൂട്ടുകാരെ വേഗം വരൂ, ഞാൻ വലിയൊരു
ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ നിനക്ക് തന്ന ശക്തി കാരണം നീ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെടുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയിരുന്നേയില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത്യാഗ്രഹം ആപത്ത് തന്നെയാണ്. നിങ്ങൾ തന്ന ഈ ശക്തി തിരിച്ചെടുത്തോളൂ, എന്നിട്ട് എന്നെ രക്ഷിക്കൂ. പൊളിച്ചേ. താങ്ക് യു വെരി മച്ച്. എന്നാ വരും പത്ലു, വരുന്നവരോടൊക്കെ നമുക്ക് കാര്യം പറയാം. അവർ ഭയങ്കര ദേഷ്യത്തിലാ ഓടി വരുന്നത്. നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ഐഡിയ ആലോചിക്കൂ. ഐഡിയ ഡോക്ടർ ജഡ്ക, വലിയേട്ടാ, എന്റെ ഈ ശക്തി വീണ്ടും കൂടിയിരിക്കുക. ഞാൻ പത്ലുവിനെ പോയി തൊട്ടപ്പോ അവനും സമൂസയായി. പത്ലുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. എല്ലാവരും കേട്ടല്ലോ, ഓടിക്കോ. ഇനി അഥവാ അബദ്ധത്തിൽ ഇവൻ നമ്മളെങ്ങാനും കയറി പിടിച്ച നമ്മളും സമോസയായി മാറും. ഓടിക്കോ.